പച്ചവെള്ളത്തിൽ പണി കിട്ടിയ ഒരു ഉപഭോക്താവിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പരമാവധി 250 രൂപ വരെ വെള്ളക്കരം അടച്ചിരുന്ന കണ്ണപുരം സ്വദേശി ശ്രീജിത്തിന് ഒടുവിൽ ലഭിച്ച ബിൽ തുക ഞെട്ടിച്ചു. ഒരാളുടെ മാത്രം കഥയല്ല, ഭീമമായ ബിൽ തുക ലഭിച്ച് കുരുക്കിലായ നിരവധി പേരുണ്ട്. റിപ്പോർട്ട് കാണാം. പണി പാലും വെള്ളത്തിലെന്നാണ് ചൊല്ല്. സംഗതി പക്ഷേ പച്ചവെള്ളത്തിലും കിട്ടാം. പച്ചവെള്ളവും പൊള്ളിക്കുമോ എന്ന് ചോദിച്ചാൽ പൊള്ളിക്കുമെന്നാണ് കണ്ണൂർ കണ്ണപുരം സ്വദേശി ശ്രീജിത്തിന്റെ ഉത്തരം. മനോഹരമായി ടാർ ചെയ്ത റോഡുകൾ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ഉടൻ വെട്ടിപ്പൊളിച്ച് പൈപ്പ് നന്നാക്കുക, അശാസ്ത്രീയ ബില്ലിനു മുന്നിൽ കൈമലർത്തുക തുടങ്ങി കൗതുകമുള്ള പല കലാപരിപാടികളുമുണ്ട് നമ്മുടെ ജല അതോറിറ്റിക്ക്. കണ്ണൂർ കണ്ണപുരം സ്വദേശിയായ ശ്രീജിത്തിന് 2018 മുതൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുണ്ട്. നേരത്തെ ബില്ലിനത്തിൽ പരമാവധി ലഭിച്ച ശരാശരി തുക 250 രൂപ. ഒടുവിൽ ലഭിച്ച 2 ബില്ലുകളാണ് ശ്രീജിത്തിനെ ഞെട്ടിച്ചത്. ആദ്യം 7297 രൂപ, തൊട്ടടുത്ത മാസം 13418 രൂപ, രണ്ടും ചേർത്ത് 20729 രൂപ. പരാതിയുമായി ഒരുപാട് പിറകെ നടന്നപ്പോൾ ഭാഗികമായി ജല അതോറിറ്റി പിഴവ് അംഗീകരിച്ചു. പക്ഷേ അപ്പോഴും 7297 രൂപ ബാക്കിയായി. ആൾക്കാരൊരു ഇൻസൾട്ട് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റിയാണ് ഇവർക്ക്. ഒരു പബ്ലിക് സർവൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങനെയല്ല ഡീൽ ചെയ്യുന്നത്. ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നമായി കഴിഞ്ഞിട്ട് ഞാൻ ഇവരെടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ മീറ്റർ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു 3 വീക്സ് ആയിട്ട് ഞാനിതിൻ്റെ പിന്നാലെയുണ്ട്. ആർക്കൊരു റെസ്പോൺസില്ല. വിളിക്കുമ്പോൾ പറയും ഇല്ല, വന്നിട്ട് സംസാരിക്കാം, നിങ്ങളെ തിരിച്ചു വിളിക്കാം എന്നെല്ലാം പറയല്ലാതെ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ 3 വീക്സിനിടയിൽ എന്നെ അവർ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലാതെ. അത് മാത്രമല്ല, ഇപ്പോഴും അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു റൂൾസ് ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മീറ്റർ ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ ഊരിക്കൊണ്ടുപോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് അടക്കേണ്ടത് വന്നിട്ടുള്ളത്. ലഭിച്ച സേവനം മതിയെന്നും കണക്ഷൻ വിച്ഛേദിക്കണമെന്നും ശ്രീജിത്ത് ആവശ്യപ്പെട്ടു. പരാതികൾ പലതവണ നൽകിയെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ല. ഒടുവിൽ പക്ഷേ 8907 രൂപയുടെ റിക്കവറി നോട്ടീസ് ലഭിച്ചു. വീട്ടിൽ വിളിച്ചു, വൈഫ് ഒരു ബക്കറ്റ് വെച്ചിട്ട് വെള്ളം തുറന്നു വെച്ചു. മകൾ പോയിട്ടെന്ന് പറഞ്ഞാൽ മീറ്റർ തിരിയുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ പ്രൊഫഷണലായിട്ടുള്ള മീറ്റർ ടെസ്റ്റിങ്ങും കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 5 കംപ്ലൈൻറ്റ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാൾ വന്നിട്ട് ആ മീറ്റർ ഒന്ന് ചെക്ക് ചെയ്തില്ല ഇതുവരെ. സാങ്കേതിക പ്രശ്നങ്ങളാകാം ഭീമമായ ബില്ലിന് പിന്നിലെന്നാണ് ശ്രീജിത്തിന്റെ വാദം. സമാന കുരുക്കിലായ മറ്റു പലരുമുണ്ടെന്നും ശ്രീജിത്ത് പറയുന്നു. ഇതൊക്കെ ജല അതോറിറ്റിക്ക് അത്ര പുത്തിരിയല്ലെന്നറിയാം. പക്ഷേ പാവം ജനങ്ങളാണ് ഇങ്ങനെ കുരുക്കിലാകുന്നത്. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്, അമിതമായ വെള്ളത്തിന്റെ ഉപയോഗമോ പൈപ്പ് പൊട്ടലോ ഇക്കാലയളവിൽ ഒന്നും ഉണ്ടായിട്ടില്ല. വാട്ടർ അതോറിറ്റിക്ക് പറ്റിയ സാങ്കേതിക പിഴവ്, അത് ഉപഭോക്താവിന്റെ ബാധ്യതയാകുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. പ്രതികരണങ്ങളിലേക്ക്. ഞാനിപ്പോൾ 3 കണക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അനിയന്മാരെ വീട്ടിനും ഇതിനും വേണ്ടിയിട്ട് ഇതുവരെ 2 കണക്ഷൻ ഇതുവരെ ഞാൻ ടാപ്പ് പോലും തുറന്നിട്ടില്ല. ടാപ്പ് ഇതുവരെ തുറന്നിട്ടില്ല. ഇപ്പോൾ എല്ലാ മാസം ബില്ല് വരണം. ഞാൻ ഒറ്റ പ്രാവശ്യത്തെ ബില്ല് അടച്ചിട്ടുണ്ട്. ഇതുവരെ ടാപ്പ് സാധനം ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാണ്ട് നമ്മളിത് അടക്കാൻ കഴിയില്ല. ഒരു സമയത്ത് ടാപ്പ് തുറന്നത് വെള്ളം ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഒന്നും അടക്കില്ല. വെള്ളക്കരം ഒരുപാട് കൂടിയിട്ടില്ല. ഇപ്പോൾ ഒരു വീടെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരം കൂടിയിട്ട് വീടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തറ കെട്ടണം തന്നെ അത്രയും ബുദ്ധിമുട്ടില്ലത്. അപ്പോൾ ആരും ഒന്നിനും നിൽക്കുന്നില്ല. എല്ലാവരും എന്താ ചെയ്യുക, അങ്ങനെ ഒരു അവസ്ഥയിൽ എല്ലാവരും ഭയങ്കര. ആരോട് പറയാൻ? ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടോ, ഒരു ശരിക്കും പറഞ്ഞാൽ നിയമമുണ്ടോ, ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം പേപ്പറിൽ തുറന്നു നോക്കിയാൽ ഒരു അടിയും കുടി അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നിലപാടിൽ നിന്ന് വാട്ടർ അതോറിറ്റി പിന്മാറണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. ആ ബില്ലിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആ ഉപഭോക്താവിനോട് കൃത്യമായി വിശദീകരിച്ച് ആ ബിൽ തുക ഇളവ് നൽകണം എന്നുള്ള ആവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. നമ്മൾ നേരത്തെ നൽകിയ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. നിഷ്ഠൂരമായ കൊലപാതകം വിധി അർഹിക്കുന്നു, എ വെരി ബിഗ് സല്യൂട്ട് ടു ജുഡീഷ്യറി എന്നിങ്ങനെ ഒരുപാട് പ്രേക്ഷകർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായി തന്നെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്.